ഗാസയിലെ ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ ലംഘനം രൂക്ഷമായി വിമർശിച്ച് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇസ്രായേലിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണം ഉർദുഗാന്റെ ഭാഗത്തുനിന്ന് വന്നത്. കരാർ വ്യവസ്ഥ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര ഭീകരമായ രീതിയിൽ ലംഘിക്കുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും ഇതാദ്യമായിട്ടാണ് എന്ന് ഉർദുഗാൻ പ്രതികരിച്ചു. മൗനം പാലിക്കുകയല്ല, പ്രതികരിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞതോടുകൂടി ഇതിനെതിരെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും നിലപാട് വന്നിരിക്കുകയാണ്. അങ്ങനെ തുർക്കിയും ഇസ്രായേലും തമ്മിൽ കൊമ്പ് കോർക്കുന്ന സാഹചര്യമാണ് വർത്തമാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. പറയുന്നത് ഇസ്രായേൽ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: കുരുത്തക്കേടിൻ്റെ വഞ്ചിയാണ് ഉർദുഗാൻ. അദ്ദേഹം ഓട്ടോമാൻ സാമ്രാജ്യം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. തങ്ങൾ അതിന് അനുവദിക്കുകയില്ല. ഇസ്രായേൽ തുർക്കിയും ഈ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപ് തന്നെ പല രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇസ്രായേൽ പ്രതികരിച്ച സമയത്ത് തീർച്ചയായിട്ടും തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. അത് യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ രീതിയിലുള്ള പരാമർശമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും തുർക്കിയും തമ്മിൽ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് മേഖലയെ ഒന്നുകൂടി അസ്ഥിരപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. നാറ്റോ സഖ്യത്തിൻ്റെ കക്ഷിയാണ് തുർക്കി. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമാണ് അഭിപ്രായം. അഥവാ ഈ നാറ്റോ സഖ്യം എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഈ കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ സഖ്യം രൂപീകരിക്കുന്ന സമയത്ത് പറയപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: നാറ്റോ സഖ്യത്തിൽപ്പെട്ട ഏതെങ്കിലും രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് തിരിച്ചാക്രമിക്കും എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇറാൻ്റെ കാര്യത്തിലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യമാണ് ഇറാൻ തുർക്കിയിലെ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ചത്. തുർക്കി തിരിച്ചടിച്ചിട്ടില്ല, നാറ്റോ മിണ്ടിയിട്ടുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കൈവിട്ടു പോകുന്നൊരു കേസാണ് ഇറാനുമായിട്ട് തൊട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും. യഹൂദ വിരുദ്ധ ഏകാധിപത്യ ചേരിയുടെ മൂർധന്യാഭാവമാണ് ഉർദുഗാൻ എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അപ്പോൾ അവർ തമ്മിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഈ 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തോടനുബന്ധിച്ച് ആദ്യമായി ചേർന്നിരിക്കുന്ന UN സഭയിൽ വെച്ച് ഉർദുഗാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഭീകരവാദി എന്നാണ് വിശേഷിപ്പിച്ചത്. ഭീകരവാദിയുടെ നേതാവും ഭീകര രാജ്യത്തിൻ്റെ തലതൊട്ടപ്പനുമാണ് നെതന്യാഹു. അതിനേക്കാൾ നല്ലൊരു മാർക്കൊന്നും അദ്ദേഹത്തിന് കൊടുക്കാനില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഫോണിൽ വിളിച്ചുകൊണ്ടും ഈ കാര്യം പറയപ്പെട്ടു എന്നൊരു പ്രത്യേകത. വലിയ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഇസ്രായേൽ നടത്തിയത്. നയതന്ത്ര ബന്ധം അപ്പാടെ വിച്ഛേദിക്കുകയും ഇസ്രായേലിൻ്റെ അംബാസഡർ രാജ്യത്ത് പുറത്താക്കുകയും ചെയ്തു. ഇസ്രായേൽ ഉണ്ടായിരുന്ന തങ്ങളുടെ അംബാസഡറെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. അങ്ങനെ ബന്ധങ്ങൾ മുറിച്ച് മാറ്റുന്ന തരത്തിലുള്ള നിലപാടായിരുന്നു ആ സമയത്തൊക്കെ തുർക്കിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയാം, പ്രകോപിപ്പിച്ച 2 വിഷയമുണ്ട് തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊന്ന് ഗസയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് രൂക്ഷമായിരിക്കുന്ന ഇടപെടലുകളും പോരാട്ടവും ഇപ്പോഴും നടക്കുന്നുണ്ട്. പത്രമീഡിയകൾ അത് റിപ്പോർട്ടാകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ യുദ്ധമാണല്ലോ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയെയും മാർക്കറ്റിനെയും സാമ്പത്തിക മേഖലയെയും വല്ലാത്ത രീതിയിൽ ബാധിക്കപ്പെട്ട ഒരു വിഷയമാണ് എന്നതിനാൽ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പത്രക്കാർ അങ്ങനെ വല്ലാതെ കുറിപ്പുകളൊന്നും എഴുതാറില്ല. എന്നതിൻ്റെ അർത്ഥം അവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല. പ്രശ്നങ്ങൾ അവിടെ എല്ലാ ദിവസവും ഏറ്റുമുട്ടലുകൾ നടക്കുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു. പറഞ്ഞ കണക്ക് പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം 300-നും 500-നും ഫലസ്തീനികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഡസൻ കണക്കിന് ഇസ്രായേൽ സൈന്യവും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 പുറത്തു വരുന്നതിൽ ഒറ്റപ്പെട്ട രീതിയിലാണ്. പിന്നെങ്കിലും വരികയാണെങ്കിൽ ഫലസ്തീനികൾ മരണപ്പെടുന്നത് മാത്രമേ വരാറുള്ളൂ. ഇസ്രായേലിൻ്റെ സാധാരണ നിലപാട് വരാറില്ല. നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യം അവിടെ പ്രയാസപ്പെടുന്നു എന്ന തരത്തിലെ റിപ്പോർട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ രണ്ടാമത്തത് തുർക്കിയെ ചേർത്തുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത്. സിറിയയിൽ ഇസ്രായേലിൻ്റെ സ്വാധീനം രൂക്ഷമാക്കുന്ന സമയത്ത് അതിനെ തങ്ങൾ പ്രതികരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സിറിയയിൽ ഇപ്പോൾ ഏറെക്കുറെ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം വരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ താല്പര്യങ്ങൾ അതിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ അവരെ എളുപ്പത്തിൽ സാധിക്കുന്നു. സിറിയയും തുർക്കിയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ 2 ഭാഗത്തും ഒരു പ്രത്യേകമായിരിക്കുന്ന വിഭാഗങ്ങൾ അവിടെ ഈ ജീവിക്കുന്നു അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നു എന്നുള്ളതാണ്. ഇത് 2 വിഭാഗത്തിനും വളരെ പ്രാധാന്യമുള്ളവരാണ്.
അവരെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ താല്പര്യം കാണിക്കും. അവരുടെ ഭാഗത്ത് നിന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമവും നടത്തും. ഈ രണ്ട് കാര്യം ഇതിന് മുൻപ് ഉർദുഗാൻ പറഞ്ഞതാണ്. അപ്പോൾ സിറിയയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും തുർക്കിയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും സാധാരണഗതിയിൽ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവാറുണ്ട്. അത് ഒന്നിച്ചു നിന്നാൽ വല്ലാത്ത രീതിയിൽ ഈ വിഷയങ്ങൾ ഉണ്ടാക്കും. ഇസ്രായേൽ ആണെങ്കിൽ ഇവരെ ഒന്നിപ്പിച്ചുകൊണ്ട് പുതിയ രാജ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കാറുണ്ട്. അത് ഈ തുർക്കിയെ പ്രകോപിപ്പിക്കുന്ന കാര്യവുമാണ്. സിറിയയും ഇസ്രായേലും വ്യോമാക്രമണത്തിന് വ്യോമാക്രമണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിന് മുൻപ് ആലോചിച്ചിരുന്നു എന്നുള്ളത്. ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ആക്രമിക്കാൻ തീർച്ചയായിട്ടും നീതി നിഷേധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരികയാണെങ്കിലും തങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നൊരു സ്ഥിതി വരികയാണെങ്കിലും തങ്ങൾ ആക്രമിക്കുമെന്നൊരു മുന്നറിയിപ്പ് തുർക്കി നൽകുകയും ചെയ്തിരുന്നു. മധ്യപൂർവ്വ ദേശത്ത് സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ ശ്രമങ്ങൾ വർഷങ്ങളായി നടക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഈ അമേരിക്കൻ പത്രങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ അവരുടെ ഈ പൂർവ്വകാലത്തുള്ള ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അതല്ലാതെ ഇപ്പോഴത്തെ വർത്തമാന സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതിന് ബന്ധപ്പെട്ടിട്ടല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നതിൻ്റെ കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അങ്ങനെയല്ല സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ സിറിയക്കകത്ത് വലിയ സ്വാധീനമുണ്ടാക്കാനുള്ള ഇടപെടലുകൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വിപുലമാക്കപ്പെട്ട ഇസ്രായേൽ സാമ്രാജ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന സിറിയ എന്ന് പറയുന്ന ദേശവും ലെബനാൻ എന്ന് പറയുന്ന ദേശവുമെല്ലാം ഇസ്രായേലിനോട് കൂടിച്ചേരുന്ന സമയത്താണ്. ജോർദാൻ അതിൽ പെടുന്നുണ്ട്, ഈജിപ്ത് അതിൽ പെടുന്നുണ്ട്. അങ്ങനെ പോയിട്ട് സൗദി അറേബ്യയുടെ സിംഹഭാഗം കൂടിച്ചേരുന്ന സമയത്താണ് വിപുലമാക്കപ്പെട്ട ഇസ്രായേൽ സാമ്രാജ്യം രൂപീകരിക്കുക. അതിന് ദൈവം എന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് UN സഭയിൽ പ്ലേക്കാർഡ് ഉയർത്തിക്കാട്ടി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ആരംഭം എന്ന തരത്തിലാണ് ലെബനാനിന് നേരെ രൂക്ഷമായിരിക്കുന്ന ആക്രമണം നടക്കുന്നത്. ഈ വിഷയം മനസ്സിലാക്കിയിട്ടാണ് തങ്ങളുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയത്തിലേക്ക് ലെബനാനെ വലിച്ചു കയറ്റിക്കൊണ്ട് വലിയൊരു രീതിയിലുള്ള പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്തുണ്ടായത്. ലെബനാനെ തൊട്ടാൽ കരാർ ലംഘിക്കും, തങ്ങൾ അത് തിരിച്ചടിക്കും. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ലെബനാനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഇറാനെ പോലുള്ള ഒരു രാജ്യം ഇസ്രായേലിനെ മുൻകൂട്ടി വിവരം പോലും അറിയിക്കാത്ത രീതിയിൽ ആക്രമിച്ചത് ആദ്യമായിട്ടാണ്. അതിന് മുൻപ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ ഞങ്ങൾക്ക് ഇരയല്ല, ഇസ്രായേലിനെയും കീഴ്പ്പെടുത്താൻ തങ്ങൾക്ക് സാധിക്കും എന്ന് ഇറാൻ തെളിയിച്ച ഒരു യുദ്ധം കൂടിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമാണ്, ബലമുള്ള ശക്തിയാണ്, ബുദ്ധിപരമായ വലിയ മുന്നേറ്റമുള്ള രാജ്യമാണ്. തങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഒരു രാജ്യത്തിന് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വീമ്പ് പറയുന്നതിനിടയിലാണ് സിറിയയുമായിട്ടുള്ള സംഘർഷം വന്ന് 2025 അതെല്ലാം പൊളിഞ്ഞുപോയി. ആ ആക്രമണത്തിൻ്റെ ഈ കാഠിന്യത്തിൽ അമേരിക്ക പോലും വിറച്ചുപോയി. അങ്ങനെ ട്രംപ് വീട്ടിൽ നിർത്തൽ പ്രഖ്യാപിച്ച് 13 ദിവസം കഴിഞ്ഞു. സംഭവം അമേരിക്ക കൊണ്ടുപോയിട്ട് അവിടെ ബോംബിട്ടു, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു വിഷയം. തുർക്കിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 95% ജനങ്ങളും ഫലസ്തീൻ അനുകൂലികളാണ്. അതൊരു ഭരണ സംവിധാനത്തെ പിടിച്ചു നിർത്താൻ ധാരാളം മതി. അതുകൊണ്ടാണ് ഉർദുഗാനെതിരെയുള്ള പ്രക്ഷോഭങ്ങളോ വിഷയങ്ങളോ പ്രശ്നങ്ങളോ സ്വാഭാവികപരമായിട്ട് അവിടെ ഉണ്ടാവാത്തത്. അവിടെ പിന്നെ സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങളോ ആയിട്ടുള്ള സാധാരണ ഒരു പ്രാദേശിക സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ മാത്രമേ നടക്കാറുള്ളൂ. അതിനൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് സർക്കാർ മുന്നിട്ട് വരാറുണ്ട്. അതല്ലാത്ത രീതിയിൽ ഗവൺമെൻറ് തലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു കാര്യം വൈകാരിക തലങ്ങൾ ഫലസ്തീനുമായിട്ടുള്ള അപൂർവ രാജ്യങ്ങളിലൊന്ന് തുർക്കിയാണ്. അതൊരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല, ആ കാലത്തുണ്ടായിരുന്ന ആ സാമ്രാജ്യം, ഓട്ടോമാൻ സാമ്രാജ്യം വീണതോടുകൂടിയാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ എന്നൊരു രാജ്യം തല ഉയർന്നു പൊന്തിയത്. ഒന്നാം ലോക യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ തുർക്കി പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാവില്ല എന്നുള്ളതും ചരിത്രമാണ്. തുർക്കി വീണതോട് കൂടിയിട്ട് സർവാധിപത്യം ബ്രിട്ടനിലേക്ക് വരുന്നുണ്ട്. അറേബ്യൻ രാജ്യങ്ങൾ ബ്രിട്ടൻ്റെ അണ്ടറിലാവുന്നു. അത് തുർക്കിയും നമ്മൾ എണ്ണപ്പെടുന്ന അറേബ്യൻ രാജ്യങ്ങളൊക്കെ അന്ന് ബ്രിട്ടൻ്റെ അണ്ടറിലേക്ക് വരുന്നു. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് സ്വാതന്ത്ര്യമായതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ദേശമുള്ളത്. അവിടെ നിന്നുള്ള ഈ ബ്രിട്ടൻ്റെ ഇടപെടൽ കാരണമാണ് ഫലസ്തീൻ ദേശത്തേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥാപിക്കുന്നിടത്തേക്ക് എത്തിയത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഗാസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, അതായത് വ്യാപാര ബന്ധം, ഗതാഗത ബന്ധം, ഇതൊക്കെ നിയന്ത്രിക്കുകയും ചില മേഖലയിൽ പൂർണ്ണമായിട്ട് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടില്ല യഥാർത്ഥത്തിൽ തുർക്കിയുടെ സംഭാവനയാണ്. തുർക്കിയുടെ സൈദ്ധാന്തികരും ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരുമാണ് ഇസ്രായേലിലേക്ക്
ഈ ഫ്ലോട്ടിലുമായിട്ട് പോയത്, പാലസ്തീനികളെ സംരക്ഷിക്കാൻ എന്ന് പറയുന്നത്. ഇത് വല്ലാത്ത രീതിയിൽ വൈറലായി ലോകം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനു മുൻപിൽ യഥാർത്ഥത്തിൽ തകർന്നു പോയിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. വല്ലാത്ത രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയും ചെയ്തു. അതിന് പുറമെ തുർക്കി ഒരു സൈനിക കപ്പലിനെ കൂടി അയച്ചു. അതോടുകൂടി അതൊന്നുകൂടി രൂക്ഷയായി. ഈ മേഖലയിൽ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്കാണ് അന്ന് കാര്യങ്ങൾ പോയത്. ഏതായിരുന്നാലും നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇപ്പോൾ തുർക്കിയും ഇസ്രായേലിനെതിരെ പരസ്യമായ രീതിയിൽ രംഗത്ത് വരുന്ന സമയത്ത് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.